സ്ത്രീകൾക്കെതിരായിട്ടുള്ള പുരുഷൻ്റെ ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ ധീരയായി പോരാടിയ ദക്ഷിണാഫ്രിക്കക്കാരിയാണ് സോനറ്റ്. അവർ ചരിത്രത്തിൽ ഇടം നേടി. എങ്ങനെയെന്ന് വെച്ചാൽ പുരുഷന്മാരെ ബോധവൽക്കരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നിയമം കുറച്ചുപേരെ ശിക്ഷിച്ചത് കൊണ്ടോ മാത്രം ഇതിനൊരു പരിഹാരമല്ല. ലോകത്ത് ഓരോ 2 മിനിറ്റിലും ഒരു സ്ത്രീ ബലാത്സംഗത്തിന് വിധേയമാവുകയാണ്. ശക്തമായ തിരിച്ചടി ഉണ്ടാവണം. ശാസ്ത്രത്തിൻ്റെ പിൻബലം കൊണ്ട് അത് ചെയ്യാൻ കഴിയും എന്നവർ തെളിയിച്ചു. അതായത് സ്ത്രീയുടെ ജനനേന്ദ്രിയത്തിനുള്ളിൽ വയ്ക്കാവുന്ന കോണ്ടം പോലുള്ള ഒരു ചെറിയ ഉപകരണം അവർ കണ്ടെത്തി. അതിനുള്ളിൽ തിരികെ വയ്ക്കാം, പുറത്ത് കാണുകയില്ല. ഈ ബലാത്സംഗത്തിൻ്റെ ചെയ്യാൻ പോകുന്ന പ്രതിയുടെ ലിംഗം ഇതിൽ കുരുങ്ങുകയും അതിൽ ആണി പോലെ തറക്കുകയും ചെയ്യും. അതാണ് ആ യന്ത്രത്തിൻ്റെ ഡിസൈനിങ്. അയാൾ ഒരു ഡോക്ടറുടെ സഹായത്തോടെ മാത്രമേ ഇതെടുക്കാൻ പറ്റുള്ളൂ. അതിയായ വേദനയായിരിക്കും ഈ ലൈംഗിക അതിക്രമം ചെയ്യുന്ന പ്രതി അനുഭവിക്കുന്നത്. ആ സമയത്ത് ഇയാൾ ഹോസ്പിറ്റലൈസ് ചെയ്തേ പറ്റൂ ഇയാളെ കൊണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടുകയും ഇയാൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇവർ കണ്ടെത്തിയത് ഒരു സ്ത്രീ 20 വയസ്സായ ഒരു പെൺകുട്ടി ഇവരോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അവർ ബലാത്സംഗത്തിന് വിധേയമായി. അവർ പറഞ്ഞു, എൻ്റെ ജനനേന്ദ്രിയത്തിൽ പല്ലുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു നിമിഷമായിരുന്നു ആ ക്രൂരത. അതിൽ നിന്നാണ് ഈ ഒരു ആശയം അവർക്കുണ്ടാവുകയും അവർ ഇങ്ങനെ ഒരു യന്ത്രം രൂപീകരിക്കുകയും രൂപകൽപ്പന ചെയ്യുകയൊക്കെ ചെയ്തത്. യന്ത്രം വിജയമായിരുന്നു, പക്ഷേ കമ്പോളത്തിൽ അത് ഒരുപാട് വിജയപ്രദമായി പോയില്ല. പുരുഷ മേധാവിത്വം നിറഞ്ഞ ഒരു കമ്പോള സംസ്കാരം നിലനിൽക്കുന്ന ലോകമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ ഇത്തരം യന്ത്രങ്ങളെ അവർ പ്രോത്സാഹിപ്പിച്ചില്ല. എന്നാലും ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് റാപ്പ് ആക്സ് എന്ന് പറയുന്ന ഈ യന്ത്രം.